ഹായ് ഗായ്സ്, വെൽക്കം ടു ബിനീസ് കിച്ചൺ. ഞാൻ ഇന്നിവിടെ ഗോതമ്പ് റവയാണ്. ഇതുകൊണ്ട് ഞാൻ ഉപ്പുമാവ് ഉണ്ടാക്കാൻ പോവുകയാണ്. അതിന് വേണ്ടി ഞാൻ ഉള്ളി, ഇഞ്ചി, പച്ചമുളക്, കരിയാപ്പില എല്ലാം എടുത്തിട്ടുണ്ട്. ഞാനിവിടെ 2 ഗ്ലാസ് റവയാണ് എടുത്തിരിക്കുന്നത്, ഗോതമ്പ് റവ. ഇനി ഞാനൊന്ന് ചൂടാക്കുക. ഒന്ന് ചെറുതായിട്ടൊന്ന് വറുത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. ആ പച്ചച്ചൊവയൊക്കെ ഒന്ന് മാറിക്കിട്ടും. ഞാനിവിടെ ഗോതമ്പ് റവ വറുത്ത് വെച്ചേ. നമുക്ക് തുടുമ്പ് അറിയാം. ഞാൻ കടായി അടുപ്പത്ത് വെച്ചു. വെളിച്ചെണ്ണ 2 സ്പൂൺ ഒഴിച്ചു. അതിനകത്ത് ഞാൻ കടുകിട്ടേ. ഇവിടെ ഞാൻ എല്ലാം കൂടി വഴറ്റാൻ അങ്ങോട്ടിട്ടേ. ഞാനിവിടെ വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്യുന്നത്. വെളിച്ചെണ്ണ കൊണ്ടാക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഇതിനകത്ത് ഞാൻ ഒരു പിഞ്ച് കായപ്പൊടി ആഡ് ചെയ്യുന്നുണ്ട്. ഇവിടെ ഞാൻ കുറച്ച് നെയ്യ് ചേർക്കുന്നുണ്ട്. ഇതിനകത്ത് ഞാൻ ആവശ്യത്തിനുള്ള ഉപ്പ് ആഡ് ചെയ്യുന്നുണ്ട്. ഇവിടെ ഞാൻ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. 1 ഗ്ലാസ് റവയ്ക്ക് 2 ഗ്ലാസ് വെള്ളമാണ് കണക്ക്. തിളച്ച വെള്ളം ഈ കടായിലോട്ട് ഒഴിക്കുവാണേ. ഉള്ളി ഒത്തിരി നേരം വഴറ്റേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് അതിനകത്ത് കുറേശ്ശെ ഗോതമ്പ് റവ ആഡ് ചെയ്യാം. കുറേശ്ശെ ഇട്ട് കൊടുക്കാവേ, അല്ലെ എല്ലാം കൂടി കുഴഞ്ഞു പോകും. ഇവിടെ എല്ലാം കൂടി ഇട്ട് കൊടുത്തേ. കുറേശ്ശെ ഇടാവൂ. ഇനി നമുക്കിതൊന്ന് അടച്ച് വെക്കാം. ഇനി നമുക്ക് തുറന്ന് നോക്കാമേ. ലോ ഫ്ലെയിമിൽ വെച്ചേ ഇത് വേവിക്കാവൂ. നോക്കൂ, കറക്റ്റായിട്ട് വെന്തിരിപ്പുണ്ട്. ലോ ഫ്ലെയിമിലേ വെക്കാവൂ, എല്ലാം അടിക്ക് പറ്റിപ്പോവും. കുഴഞ്ഞിട്ടുമില്ല, സൂപ്പറായിട്ടുണ്ട്. ഷുഗറുകാർക്കൊക്കെ നല്ലതാണേ. എപ്പോഴും വെള്ള റവയൊക്കെ അല്ലേ നമ്മൾ കഴിക്കാറുള്ളത്. ഇടയ്ക്ക് ഒരു ചേഞ്ചിന് വേണ്ടി ഇങ്ങനെ കഴിച്ചോണം. അതുപോലെ വെള്ളത്തിൻ്റെ കണക്ക്, വെള്ളം കൂടാൻ പാടില്ല. 1 ഗ്ലാസ് റവയ്ക്ക് 2 ഗ്ലാസ് വെള്ളമാണ് കണക്ക്. അതിനകത്ത് നിങ്ങൾക്ക് ക്യാരറ്റ്, ബീൻസ് എല്ലാം ഇടാമേ. ഇതേ മെത്തേഡിൽ നിങ്ങളും ഒന്ന് ചെയ്ത് നോക്കണേ. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ. താങ്ക് യു. സൂപ്പർ ഗോതമ്പ് റവ അടിപൊളി. നോക്കൂ, ഒട്ടും കുഴഞ്ഞു പോയിട്ടില്ല. കറക്റ്റായിട്ട് വെന്തിട്ടുണ്ട്.